അടിപൊളിയുണ്ട്. എന്റെ പൊന്നും സൂപ്പറായിട്ടുണ്ട്. അയ്യോ നമ്മൾ നമ്മളിങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഉമ്മ സൂപ്പറാണ്. ഉപ്പാന്റെ അടുത്ത് വരുമ്പോ കുക്കിംഗ് അറിയില്ലല്ലോ. കാടാമ്പഴന്ന് 7 കിലോമീറ്ററുള്ള കുഗ്രാമത്തില് ഉമ്മാനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അതിന്റെ വിഷമം ഉമ്മക്ക് ഇപ്പോഴും ഉണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്നു ഇവിടെ വന്നിട്ട്. ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയെന്ന് പറയണ്ട. നാട്ടിലെ ബീഫാട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡോസ്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒപ്പം തന്നെ വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബീഫ് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ബീഫ് ചില്ലി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് ഡ്രൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബീഫ് ചില്ലി ഉണ്ടാക്കാൻ നമ്മൾ ഇതുപോലെയാണ് ബീഫ് കട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു വലിപ്പത്തിലും കനത്തിലും ഒക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇതിനൊരു ഹാഫ് വേവിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അത്യാവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹാഫ് വേവിലാണ് ആദ്യം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെടുക്കുന്ന ബീഫ്, നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കർ, അതിൻ്റെ ബ്രാൻഡ്, സൈസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബീഫിൻ്റെ വേവ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ നോർമലി വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു വേവിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് വെച്ച് ഏകദേശം ഒരു ഹാഫ് വേവിൽ നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു വിസിൽ വരുന്നത് വരെയാണ് ഇതിനെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ തീ കത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ബീഫ് ചില്ലി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഓരോ ടീസ്പൂൺ വീതം വലിയ ജീരകം പൊടിച്ചതും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ ജ്യൂസ്, അതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ മുഴുവൻ ജ്യൂസും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിനിഗർ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ള മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കൈ വെച്ചോ സ്പൂണ് വെച്ചോ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ചില്ലിയിലേക്കുള്ള മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ വേവ് നമുക്ക് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കുക്കർ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഹാഫ് കുക്കായിട്ട് നമ്മളെ ബീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ വെന്ത് ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു വേവാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ പൊട്ടാറ്റോ കട്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ വീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മളിത് പിന്നെ മസാലയിൽ മിക്സ് ചെയ്യുന്ന സമയത്തും എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്തുമൊക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു വീതിക്ക് തന്നെ കുറച്ച് കനത്തിൽ ഇതിനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അത് ഒരു ഹാഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വളരെ സ്കെൽറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത്രയേ ഉള്ളല്ലോ ഇതിൻ്റെ വീതി. അപ്പോൾ നമ്മൾ മസാലയിൽ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്തും പിന്നീട് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്തൊക്കെ അത് പൊട്ടിപ്പോയി പൊടിഞ്ഞു പോയി നമുക്കത് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബീഫിൽ നിന്ന് കിട്ടിയ ഈ ഒരു നെയ്യ് ഞാൻ ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുകയാണ്. അതിൽ യൂസ് ചെയ്യുന്നില്ല. ചിലർക്കൊന്നും ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബീഫ് ചില്ലിയുടെ മസാലയിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കേണ്ട, കുറച്ചായിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു മസാലയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ അവസാനമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലേവറൊക്കെ. അപ്പോൾ കുറച്ച് ബീഫിൻ്റെ പീസ് എടുത്തിട്ട് പൊട്ടിപ്പോവാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഈ ഒരു മസാല എല്ലാ പീസിലേക്കും എത്തുന്ന പോലെ തന്നെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ ബീഫ് പീസിലും മസാലയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. ഓവർനൈറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിത് എണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് ഈ മസാല സെപ്പറേറ്റ് ആയിട്ട് ബീഫിൽ നിന്ന് എണ്ണയിലിട്ട് പോവും. അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ബീഫ് ചില്ലിയുടെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളിത് പൊരിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കീറിയിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും ബീഫാണെങ്കിലും ചിക്കനൊക്കെ ആണെങ്കിലും വറുത്തെടുക്കുന്നതിന് മുന്നേ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ആ എണ്ണയിലൊന്ന് വറുത്ത് കൂടിക്കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനത് ചിക്കൻ പൊരിക്കുന്ന വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ചായിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രം മതി. അപ്പോഴത്തേനും ഇത് ഹാഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഒരുപാട് സമയം എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇളക്കി കൊടുക്കരുത്. 2 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എണ്ണയിൽ മുഴുവൻ മുങ്ങി പോകുന്ന പോലെ. എന്നിട്ട് ഇതിനെ നമുക്ക് വറുത്ത് വരാം. കാണുമ്പോൾ തന്നെ നല്ല ഒരു ലുക്കാണ് കേട്ടോ. ആ ഒരു ലുക്ക് പോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും. ഭയങ്കര സോഫ്റ്റാണ് എന്നാൽ ക്രിസ്പിയാണ്. ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ബീഫ് ചില്ലി കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നല്ല പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന മുളക് പൊടിച്ചത് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കഴിക്കുക. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. 100% നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാം.
ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. വളരെ ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ് കേട്ടോ. എല്ലാവർക്കും കഴിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അജയ് ഇവയൊക്കെ വീട്ടിൽ വന്ന സമയത്ത് ബീഫ് ചില്ലി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒറ്റ ഇരിപ്പിനാണ് അവർ തീർത്തത്. നമുക്കിത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനും തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ വറുത്തെടുത്ത് കയ്യിൽ അധിക സമയം പിടിച്ചിരിക്കാനുള്ള ക്ഷമ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ സ്പൈസി ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ വറുത്തിട്ടുള്ള ഈ മുളകും ബീഫും കൂടെ അങ്ങനെ ഒരുമിച്ചെടുത്തിട്ട് കഴിച്ചാൽ മതി. നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന. Ba ba